ഹായ് സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ട് വരാനുള്ള പരിപാടിയിലാണ്. ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വെജിറ്റബിൾ കുർമ. ഇപ്പം നോമ്പ് കാലമാണ്, അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾ കുർമ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 3 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ആദ്യമായിട്ട് കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ ചട്ടിയിൽ അത് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നത്. നമുക്ക് കുറച്ച് ഒരു 1/2 ഇഞ്ച് ഇഞ്ചി കൊത്തിയെടുത്തതാണ്. ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, 4 കഷ്ണം വെച്ചാൽ 4 അല്ലി കേട്ടോ. തീ വളരെ കുറച്ച് വയ്ക്കാം, ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം തീ കുറച്ച് വയ്ക്കാം. പിന്നെ നമുക്കിതിനകത്തേക്ക് സവാള, ഒരു മീഡിയത്തിന് വലുത് ഒരു സവാള, ഒരു മീഡിയം സവാള എന്ന് പറയാൻ പറ്റില്ല, അതിന് ചെറിയ വലിപ്പമുള്ള സവാള എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പച്ചമുളക്, ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവ് കുറവായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ അംഗങ്ങൾ കൂടുതലുണ്ട്, അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പച്ചമുളക് ചേർത്തു. ഇത് ഒരു ലേശം കറിവേപ്പില, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് ലേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഇനി ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കണമെന്നില്ല കേട്ടോ, ഞാൻ സമയപരിമിതി കുറവുകൊണ്ട് അങ്ങനെ ചേർത്തുന്നുള്ളൂ. സാധാരണ നമ്മളത് സവാളയൊക്കെ വാട്ടിയതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാറ്. അപ്പോൾ അത് നമുക്കൊരു ലേശം നേരം ഒന്ന് അടച്ചു വയ്ക്കാം, ഒന്ന് പാകമായിട്ട് ഒരു വരുന്നത് വരെ. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതുണ്ട്, ഒരു 5-10 കാഷ്യൂ നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. അപ്പോൾ വെജിറ്റബിൾ കുറുമയ്ക്ക് ആവശ്യമായ മിക്സഡ് വെജിറ്റബിളാണത്. ഇത് ഫ്രോസൺ ആണ്, പാക്കറ്റ് മേടിച്ചിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഐസൊക്കെ കളഞ്ഞിട്ട് തോരൻ വെച്ചേക്കുവാണ്. അപ്പോൾ സവാള അങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തതുകൊണ്ട് അത് എന്തോരം വാടിയുണ്ടെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷേ
പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മഞ്ഞൾപ്പൊടി സവാള വാടിയതിന് ശേഷം ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് വാടാനൊന്നുമില്ല, കാരണം നമ്മൾ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒരു കുഴയാവുന്ന രീതിയിലേക്ക് സവാള വാട്ടിയിട്ട് കഴിയുക. അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോകുന്ന രീതിയിൽ. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നതിന് മുമ്പാണ് അതിൻ്റെ ഒരു റെഡ്നെസ് കാണുന്നവരെയും അത് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു സവാള ഏകദേശം വാടിയിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയൊക്കെ പൊടിക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് കരുതുന്നു. അതിൻ്റെ കൂട്ട് മേടിക്കാൻ കിട്ടും, ആ സെറ്റ് മേടിക്കുക. ഇന്നിപ്പോൾ അതൊക്കെ വിറചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചൂടാറിയതിന് ശേഷം എല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് ശരിക്ക് പൊടിച്ചെടുക്കുക. എൻ്റെ വീഡിയോ ഒരു ബോറാവുന്നുണ്ടോ എന്ന് എനിക്ക് ഇടയ്ക്ക് സംശയം വരാറുണ്ട്. പിന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ വേറെ വകുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ ആയിരുന്നു ഡ്യൂട്ടി. അപ്പോൾ വൈകിട്ട് കൂടി ഇരിക്കുന്നത് കൊണ്ട് ഞാനങ്ങനെ കണ്ട് നോമ്പ് കാലം കൂടിയാണല്ലോ. പിന്നെ ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി കളയാമെന്നാണ് കരുതി. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ റോസ് ഉപ്പാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ ഇടാം. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ തന്നെ ഇടണമെന്നില്ല. എനിക്ക് പിന്നെ ഞങ്ങൾ അംഗങ്ങൾ കൂടുതലായതുകൊണ്ട് ഇച്ചിരി ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഉപ്പ് ചേർക്കണമെന്നുള്ളൂ. അപ്പോൾ മസാല ഒന്നാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ഞാൻ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂടെ ഒരു എടുത്ത് വെച്ചേർന്ന കശുവണ്ടി ഒരു 10ഓളം പീസ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിന് വേണം അത് എടുക്കാനായിട്ട്. പറഞ്ഞേക്കാല മസാല ചൂടായതുകൊണ്ട് അതിനകത്തേക്ക് നമുക്ക് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ശരിക്കൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 8 മിനിറ്റോളം നമുക്ക് ഇതൊക്കെ ഇച്ചിരി വെള്ളം കൊണ്ട് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇനിയിപ്പോൾ നമുക്കൊരു 7-8 മിനിറ്റോളം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ ചിലർക്ക് സംശയമുണ്ട് ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തേക്കുന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾ ഇതിൽ ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ്, അങ്ങനെ ഒരു 3 ഐറ്റമാണ് ഇതിനകത്ത് ഉള്ളത് വെജിറ്റബിളായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് വേറെ കോളിഫ്ലവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ്ഡ് വെജിറ്റബിളിൻ്റെ പാക്കറ്റാണ് ഞാൻ അതിനകത്ത് ചേരുന്നത്. ഹൈ മാർക്കറ്റിൻ്റെ ആണ്. 500 ഗ്രാം. നല്ല ഒരു പ്രൊഡക്റ്റാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു 7-8 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഇനി അരപ്പെന്ന് വെച്ചാൽ തേങ്ങ നമ്മൾ പറഞ്ഞ പേസ്റ്റ് പരുവത്തിനുള്ള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാൽ കഴിച്ചിട്ട് നമുക്ക് അധികം നേരം പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ് നമുക്ക് വെജിറ്റബിൾ കുറുമയുടെ ആ ഒരു ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ ചെറുതായി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി മക്കളൊക്കെ എന്ത് പറയുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെയുള്ള ചെറിയ കുക്കിങ്ങുമായിട്ട് ഞാൻ ഇടയ്ക്ക് ഉണ്ടാവും. അതുകൂടാതെ വേറെ മറ്റുള്ള വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.